ഞങ്ങളാണ് കേരള സംസ്കാരം സൃഷ്ടിക്കുന്നത് എന്ന് കരുതുന്ന ചില മഞ്ഞ ചാനലുകളുടെ പൊതുബോധത്തിനേറ്റ ഒരു തിരിച്ചടിയാണ് രേണുസുതി. പല സന്ദർഭങ്ങളിലും രേണുസുതി എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്ന് ചിന്തിക്കാൻ കഴിവില്ലാത്ത വർഗങ്ങളാണ് അവർ. ഇത്തരത്തിലുള്ള മാധ്യമ സംസ്കാരത്തിനെതിരെ രേണുസുതിയും ഒരു പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു. പക്ഷേ ചാനലുകളിലൂടെ എന്തും ഏതും പറയാനുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം തങ്ങൾക്ക് ഉണ്ട് എന്ന് തെളിയിക്കാൻ മാത്രമേ അതിനായുള്ളൂ. അത് ഒത്തിരി വീട്ടമ്മമാർക്ക് കരുത്തായി. പരദൂഷണവും അശ്ലീലവും പറഞ്ഞ് കാശുണ്ടാക്കുന്നവരുടെ നീണ്ട നിര തന്നെയാണ് പിന്നെ കണ്ടത്. രേണുസുതിയോ ഈ കേരളത്തിൽ എനിക്ക് ചോദിക്കാനും പറയാനുമായി ആരും ഇല്ല എന്ന വ്യക്തമായ ഒരു ബോധത്തിലേക്ക് പിന്നീട് കടക്കുകയാണ് ഉണ്ടായത്. ഒരു വ്യക്തിയെ വിടാതെ പിന്തുടർന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ ചിലർ ആനന്ദവും ആശ്വാസവും വരുമാനവും കണ്ടെത്തി എന്ന് പറയാതെ വയ്യ. ചിലർക്കെങ്കിലും ഒരു അന്നപൂർണേശ്വരി ആയിരുന്നു രേണു. ചിലർ കുറച്ചുകൂടി സ്നേഹവും ഉത്തരവാദിത്വവും കൂടുതൽ ഉള്ളവരായി. സ്വയം കരുതിക്കൊണ്ട് രേണുസുതിയെ പോലീസ് സ്റ്റേഷനിൽ കയറ്റാനും കോടതിയിൽ കയറ്റാനും ശ്രമിച്ചുകൊണ്ടിരുന്നു. ചിലർ കസ്റ്റംസ് തികച്ചും പരാജയമാണെന്നും രേണുസുതിയുടെ ഒപ്പം കള്ളക്കടത്ത് ലോബിയാണെന്നും വരെ പറഞ്ഞൊപ്പിച്ചു. അതിനെ അവർ തന്നെ ധാരാളം തെളിവുകൾ നിരത്തി ഡിറ്റക്റ്റീവുകളായി മാറി. ഇതൊക്കെ കണ്ട് കേരളക്കര ഞെട്ടിത്തരിച്ചു നിന്നു. രേണുസുതി ഇനി ലൈവിൽ സ്വയം പൊട്ടിത്തെറിച്ച് മരിക്കാനായി ചിലർ കാത്തിരുന്നു. ഇതെന്താണ്, പൊട്ടിത്തെറിച്ച് ചാകുന്നില്ലല്ലോ എന്നാണ് അവർ ചിന്തിച്ചത്. ചിലർ നേരിട്ട് കാണുമ്പോൾ ചീമുട്ടെറിയുമെന്നും കാലുതല്ലി ഒടിക്കും എന്നും വരെ വീരവാദം മുഴക്കി. ഇതിനൊക്കെ കാരണം രേണുസുതി കൊല്ലം സുധിയുടെ ഭാര്യയാണ് എന്ന അപരാധം ആണ്. നേരായ മാർഗത്തിൽ വീട്ടുപണിക്ക് പോയി പൈസ ഉണ്ടാക്കാനാണ് ചിലർ കൊടുത്ത ഉപദേശം. പക്ഷേ ഈ ചാനലുകളെല്ലാം പരദൂഷണം പറഞ്ഞാണ്, അല്ലാതെ ജോലിക്ക് പോയല്ല പൈസ ഉണ്ടാക്കുന്നതെന്ന് പറയുന്നവരെല്ലാം മറന്നു. ഇതെല്ലാം കേരളത്തിന് വേണ്ടിയാണെന്നും സംസ്കാരം ഉയർത്തിപ്പിടിക്കാനുമാണെന്ന് ചിന്തിച്ചു വശായ ചിലർ അവളുടെ എക്സ്ക്ലൂസീവ് പൊതുജന മധ്യത്തിലെത്തിച്ച് അവളെ താറടിച്ച് കാണിച്ച് സായുജ്യമടഞ്ഞു. ഞങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലൊരു ജോലിയാണ് എന്ന് വിചാരിച്ച് വശായ അവർ ചെയ്യുന്നത് കേരളത്തിന്റെ സംസ്കാരത്തിനെതിരാണെന്ന് ചിന്തിച്ചില്ല. വയ്യാത്തവരെ സഹായിക്കുകയും അടിമയെപ്പോലെ പെരുമാറാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന അടിമ സംസ്കാരമാണ് കേരളത്തിൻ്റെതെന്ന് അവർ കരുതുന്നു. വിദ്യാസമ്പന്നരാണെന്ന് ഭാവിക്കുന്ന അവർ രേണുസുതി അവർക്കുണ്ടാക്കി കൊടുത്ത വരുമാനം ദാനം ചെയ്താൽ മാത്രമേ സ്വയം ഉണ്ടാക്കിയ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ എന്ന് തിരിച്ചറിയുന്നത് നല്ലത്. സത്യസന്ധതയോടെ ജീവിക്കുന്നവർക്ക് പ്രപഞ്ചശക്തികൾ കൂട്ടുവരുമെന്ന് നമുക്ക് ഏവർക്കും വിശ്വസിക്കാം, അല്ലേ? എന്തു പറയുന്നു നിങ്ങൾ? ഇതേ അഭിപ്രായമാണോ ഉള്ളത്? ഇനിയും രേണുസുതിക്ക് സംഭവിക്കാനുള്ളത് എന്താണ്? രേണുസുതി പ്രതികൂല സാഹചര്യത്തിനോട് പടവെട്ടി ജീവിക്കുന്നവളാണെന്ന് കരുതുന്നുണ്ടോ? ഇത്രയും ചിന്തകളാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. രേണുസുതി ഒരു ഓർമ്മയാണ്. പടവെട്ടി വിജയം നേടുന്ന ഒരു ജീവിതത്തിന്റെ ഓർമ്മ. സ്വന്തം അച്ഛനെയും അമ്മയെയും കുടുംബത്തെയും നോക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്ത നല്ല ഹൃദയത്തിന്റെ ഒരോർമ്മ. തന്നെ നെഗറ്റീവ് പറഞ്ഞ് ചവിട്ടി അരച്ച് തേയ്ക്കുന്ന മാധ്യമ പ്രവർത്തകരെ വരെ
സ്നേഹത്തോടെ അവരുണ്ടാക്കിക്കോട്ടെ, അവർ സമ്പാദിച്ചോട്ടെ എന്ന് പറയാൻ, ധൈര്യത്തോടെ പറയാൻ മനസ്സ് കാണിച്ച ഏക വ്യക്തിത്വത്തിന്റെ ഉടമ. അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാമല്ലോ, ഇഷ്ടമുള്ളത് ചിന്തിക്കാമല്ലോ എന്ന് കരുതി താനും അതുപോലെ തന്നെ പ്രവർത്തിക്കും എന്ന് കരുതിയ ഒരു നല്ല മനസ്സിന്റെ ഉടമ. എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് അറിയാതിരിക്കുന്ന ആ സന്ദർഭത്തിൽ പോലും കിട്ടിയ സാഹചര്യങ്ങൾ ഉപയോഗിച്ച് തൻ്റെ മനസ്സിൻ്റെ ഉൾവിളിക്കനുസരിച്ച് പ്രവർത്തിച്ച് വിജയം കണ്ട ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ. ഏത് സാഹചര്യത്തിലും പ്രവർത്തിക്കുന്നവനെ ധനമുണ്ടാക്കാൻ സാധിക്കും എന്ന് തെളിയിച്ച ഒരു ജീവിതത്തിന്റെ ഉടമ. താങ്ക് യു.